യേശുവിനെ കർത്താവെന്ന് വായിക്കൊണ്ട് ഏറ്റു പറഞ്ഞാൽ കർത്താവായ യേശുക്രിസ്തു കർത്താവെന്ന് വായിക്കൊണ്ട് ഏറ്റു പറഞ്ഞാൽ രക്ഷിക്കപ്പെടും. അപ്പോൾ രക്ഷിക്കപ്പെടാൻ ചെയ്യുന്ന ഒന്നാമത്തെ എന്താ? യേശുക്രിസ്തു കർത്താവാണെന്ന് വായിക്കൊണ്ട് ഏറ്റു പറയും. യേശുക്രിസ്തു കർത്താവാണെന്ന് പറഞ്ഞാൽ അർത്ഥം എന്തുവാ? യേശു മാത്രം യഹോവ, യേശു മാത്രം ദൈവം എന്ന് വായിക്കൊണ്ട് ഏറ്റു പറ, യേശു എൻ്റെ കർത്താവാണ്. കർത്താവായ യേശുവിൽ ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു. യേശു മാത്രമാണ് എൻ്റെ ദൈവവും എൻ്റെ രക്ഷകൻ. ദൈവം മനുഷ്യനായി ഈ ലോകത്തിലേക്ക് അല്ലെങ്കിൽ മനുഷ്യവേഷത്തിൽ കടന്നു വന്നവനാണ് യേശുക്രിസ്തു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഏകദൈവം മനുഷ്യവേഷത്തിൽ മനുഷ്യനെ രക്ഷിക്കുവാൻ കടന്നു വന്നവനാണ് യേശുക്രിസ്തുവെന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു. ആ യേശുക്രിസ്തുവിൻ്റെ കാൽവരി ക്രൂശിലെ മരണം, അവൻ്റെ നാമവും യേശുവിൻ്റെ രക്തവും എൻ്റെ പാവപരിഹാരത്തിന് ആണെന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു. യേശുവേ സ്തോത്രം. എൻ്റെ സകല ബലഹീനതകളും ക്ഷമിക്കണമേ, എൻ്റെ സകല പാപങ്ങളും അങ്ങ് മോചിക്കണമേ, യേശുവിൻ്റെ രക്തത്താൽ എന്നെ കഴുകണമേ. യേശുവേ അങ്ങയുടെ നാമത്തിന് സ്തോത്രം. അവിടെ മുട്ട് മടക്കുക, ഞാൻ പുറകോട്ട് മടക്കുക. അങ്ങോട്ട് മടക്കുക, മുട്ട് മടക്കുക. കൈ നിലം പിടിക്കില്ലേ? പ്രാർത്ഥിച്ചോണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. നമുക്കൊരു വാക്ക് പ്രാർത്ഥിക്കാം. കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ അത്ഭുത നാമത്തിൽ സകല അന്ധകാര ശക്തിയും സകല പോരാട്ടങ്ങളും നീങ്ങിപ്പോകട്ടെ. ശരീരത്തിന്റെ സകല രോഗബന്ധനങ്ങളും മാറട്ടെ. യേശുവിന്റെ നാമത്തിൽ ഭത്സിക്കുന്നു, ശാസിക്കുന്നു. സ്വർഗത്തിലെ ദൈവത്തിന്റെ അത്ഭുതകരം ഇന്ന് പകൽക്കാലം കടാക്ഷിക്കണമേ. പ്രിയ മകളോട് കർത്താവ് കടാക്ഷിക്കണമേ. മകളോട് കരുണ തോന്നണമേ. യേശുവിന്റെ നാമത്തിൽ കരുണ തോന്നണമേ. യേശുവിന്റെ നാമത്തിൽ കർത്താവെ കരുണ തോന്നണമേ. യേശുവിന്റെ നാമത്തിൽ ഹല്ലേലൂയ. തുറന്ന സ്വർഗത്തിന്റെ കീഴടികളായിരിക്കട്ടെ യേശുവിന്റെ നാമത്തിൽ തന്നെ. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ഞാൻ ചോദിക്കുന്നത് പറഞ്ഞാൽ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കാൽവരി ക്രൂശിലെ മരണം പ്രിയ മകളുടെ പാപത്തിൻ്റെ മോചനത്തിനു വേണ്ടിയാണ് വിശ്വസിക്കുന്നത്. വിശ്വസിക്കുന്നവരെ സ്നാനപ്പെടുത്തണം എന്നുള്ള കർത്താവ് കൽപ്പിച്ചിട്ടുണ്ട്. പാപമോചനത്തിനായി യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ സ്നാനപ്പെടുത്തണം എന്നും യേശു കൽപ്പിച്ചിട്ടുണ്ട്. മാനസാന്തരവും പാപമോചനവും യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ യെരുശലേമിൽ തുടങ്ങണം. അത് സകല ജാതികളിലും അത് വ്യാപരിക്കണം. ആ യെരുശലേമിൽ തുടങ്ങണമെന്ന് പറഞ്ഞ യേശുവിൻ്റെ കൽപ്പന ശിരസ വഹിച്ചുകൊണ്ട് പെന്തക്കോസ് നാളിന് ശേഷം അപ്പോസ്തലന്മാർ ആ പെന്തക്കോസ് നാളിൽ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ 3000 പേരെ സ്നാനപ്പെടുത്തി. അതാണ് ആദിമ നൂറ്റാണ്ടിലെ ക്രൈസ്തവ സഭ. ആ ക്രൈസ്തവ സമൂഹം കർത്താവായ യേശുവിൻ്റെ നാമത്തിലായിരുന്നു. ഹല്ലേലൂയ. ആകാശത്തിന് വൃത്തം വരച്ചവനും ഭൂമിക്ക് അടിസ്ഥാനം വിട്ടവനായ സർവ്വവല്ലഭനായ ഏക ദൈവം വേഷത്തിൽ മനുഷ്യനായി ലോകത്തിലേക്ക് കടന്നു വന്നു. സകല മാനവരാശിയുടെയും പാപത്തെയും രോഗത്തെയും ശാപത്തെയും കാൽവരി ക്രൂശിൽ വഹിക്കുവാൻ അവൻ കാലുകളുടെ ഗിരിത്തടത്തിലേക്ക് കടന്നുപോയി. ആ പരമയാഗത്തിലൂടെ എന്നേക്കുമുള്ളൊരു വീണ്ടെടുപ്പ് കർത്താവ് സാധിപ്പിച്ചു. ആ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കാൽവരി ക്രൂശിലെ മരണം പ്രിയ മകളുടെ പാപത്തിൻ്റെ മോചനത്തിന് വേണ്ടിയാണ് വിശ്വസിക്കുന്നത്. വിശ്വസിക്കുന്നവരെ സ്നാനപ്പെടുത്തണം എന്നുള്ള കർത്താവായ യേശുവിൻ്റെ കൽപ്പനയാലും അപ്പോസ്തലന്മാർ ചെയ്ത ക്രിയയാലും ഞാൻ പ്രിയമകളെ പാപങ്ങളുടെ മോചനത്തിനായി കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നാനപ്പെടുത്തുന്നു. മരണപര്യന്തം വിശ്വസ്തമായിരിക്കുക. ഒന്നുകൂടെ ആവർത്തിക്കട്ടെ, മരണപര്യന്തം വിശ്വസ്തമായിരിക്കുക. എന്നാൽ കർത്താവ് ജീവകിരീടം നിനക്ക് നൽകും. പൂർണ്ണ വിശുദ്ധിയിൽ കർത്താവിന് വേണ്ടി ജീവിക്കുക, പൂർണ്ണ സമാധാനത്തോടെ ജീവിക്കുക, നല്ല മാതൃകയായി ഒരു ക്രിസ്തുവിൻ്റെ നാമധാരിയായി
കർത്താവിന് വേണ്ടി നിൽക്കുവാൻ പ്രിയമകളെ കർത്താവ് അധികാരപ്പെടുത്തിയിരിക്കുകയാണ്. ആ സ്വർഗീയ അധികാരം തുറന്ന സ്വർഗത്തിൽ നിന്ന് കർത്താവ് ഈ അവസരം ഇത് കാണുകയാണ്. സ്വർഗത്തിലെ ദൂതന്മാർ കാണുകയാണ്. ഇവിടെ ദൂതഗണങ്ങളുടെ വലിയ കാവലുണ്ട്, പരിശുദ്ധാത്മാവിന്റെ വലിയ ശക്തിയുണ്ട്. ആ മകളെ കർത്താവ് അനുഗ്രഹിക്കട്ടെ. വലിയ ശുശ്രൂഷകളിൽ വലിയ അനുഗ്രഹങ്ങൾ നൽകുവാൻ കർത്താവ് സഹായിക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ശത്രുഗണം ഒന്നാകാവേ ചെങ്കടലിൽ മുങ്ങിപ്പോയി, ശത്രുഗണം ഒന്നാകാവേ ചെങ്കടലിൽ മുങ്ങിപ്പോയി, എതിർപ്പുകൾ പാലിക്കയില്ലിനിമേൽ, വൈരിയുടെ എതിർപ്പുകൾ പാലിക്കയില്ലിനിമേൽ. ജയം ജയം ഹല്ലേലൂയ, ജയം ജയം എപ്പോഴും, ജയം ജയം ഹല്ലേലൂയ, ജയം ജയം എപ്പോഴും. യേശുനാഥർ നാമത്തിലും ജയം ജയം എപ്പോഴും, യേശുനാഥർ നാമത്തിലും ജയം ജയം എപ്പോഴും. തകർക്കുന്ന സൈന്യത്തിന്റെ തകർക്കുന്ന രാജരാജൻ സൈന്യത്തിന്റെ മുൻപിലായി, നായകനായി ഉള്ളാതീരാൻ ജയം ജയം എപ്പോഴും, നായകനായി ഉള്ളാതീരാൻ ജയം ജയം എപ്പോഴും. ജയം ഹല്ലേലൂയ, ജയം ജയം എപ്പോഴും, ജയം ജയം ഹല്ലേലൂയ, ജയം ജയം എപ്പോഴും. യേശുനാഥ നാമത്തിലും ജയം ജയം എപ്പോഴും, യേശുനാഥ നാമത്തിലും ജയം ജയം എപ്പോഴും. നമുക്ക് പ്രാർത്ഥിക്കാം. ഈ സ്നാനത്തിൽ ഇപ്പോൾ ഇങ്ങനെ ക്ലാസ് കഴിഞ്ഞതിന് ശേഷം വീണ്ടും അതിനുള്ള അവസരം ദൈവം തരും. കർത്താവ് അനുഗ്രഹിക്കരുത്. ഇത് വലിയ അനുഗ്രഹമാണ്. നമ്മൾ പറയുന്ന പോലെയല്ല, വലിയ അനുഗ്രഹമാണ് യേശുവിൻ്റെ നാമത്തിൽ. നമ്മളപ്പം കഷ്ടതകളുടെ പ്രയാസങ്ങളോട് മുൻപോട്ട് പോയാലും ഈ നാമത്തിൻ്റെ ശക്തി ഭയങ്കരമാണ്. നമ്മുടെ ശുശ്രൂഷയിലെല്ലാം ദൈവം നമ്മളെ മാനിക്കാനിടയായിരിക്കും കേട്ടോ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥിക്കാം. കരുണയുള്ള കർത്താവേ, അടിയങ്ങളുടെ പ്രിയ പൈതൽ, കഴിഞ്ഞ ദിവസങ്ങളായി നാളുകളായി ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിൻ്റെ മകളുടെ ഹൃദയത്തോട് ഇടപെട്ടതിൻ്റെ പരിണിതഫലമായിട്ട് പാപമോചനത്തിനായി കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നാനമേൽക്കുവാൻ സ്വർഗത്തിലെ ദൈവം അവളോട് കാണിച്ച കരുണയ്ക്കായി നന്ദി യേശുവേ. അങ്ങേക്ക് സ്തോത്രം. അങ്ങയുടെ വലിയ കരുണയും വലിയ കൃപയും നിന്റെ മകളോട് കൂടെ ഉണ്ടാകണം. തൻ്റെ ഭർത്താവിനെയും ദാനം കൊടുത്ത പൈതലിനെയും കർത്താവ് അനുഗ്രഹിക്കണം. യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ കർത്താവെ അനുഗ്രഹിക്കണം. ഇവിടെ ആയിരിക്കുന്ന മക്കളെ എല്ലാം അനുഗ്രഹിക്കണം. യേശുവിൻ്റെ ധന്യമേർ നാമത്തിൽ തന്നെ നമുക്ക് ജയം നൽകി യേശുവിന് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ആമേൻ. കർത്താവായ യേശുവേ, വേഗം വരണം. ഈ സമയത്ത് മഴ പോകും. ഇതിപ്പോൾ വീഡിയോ ആണ്. വീഡിയോ അടിച്ചു. ഫോട്ടോ എടുത്തായിരുന്നോ? ഫോട്ടോ 2 എടുക്കണം. ഫോട്ടോ ഞാൻ പറഞ്ഞില്ല. എനിക്ക് ആ വീഡിയോ ഒന്ന് അയച്ചതാണ്.